ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാകൃഷ്ണൻ DB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. ഏഷ്യൻ മാർക്കറ്റുകൾ മോർണിംഗിൽ മിക്സഡ് സെൻറ്റിമെൻ്റ് ആണ് കാണിക്കുന്നത്. അതേസമയം ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ നല്ല വൊളാറ്റിലിറ്റി ആയിരുന്നു. വീക്കായിട്ടാണ് അമേരിക്കൻ മാർക്കറ്റിലെ എല്ലാ ഇൻഡെക്സുകളും ക്ലോസ് ചെയ്തിട്ടുള്ളത്. ടെസ്ല അറൗണ്ട് 14% താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. എലോൺ മസ്കും ട്രംപും തമ്മിൽ ഫൈറ്റ് തുടങ്ങിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് US ഗവൺമെൻറ്റിൻ്റെ സ്പേസ് റിലേറ്റഡ് 15 ബില്യൺ US ഡോളർ വർത്ത് ഓർഡേഴ്സ് മസ്ക് നേടിയിരുന്നു മുമ്പ്. അതൊക്കെ ക്യാൻസൽ ചെയ്യുന്നുള്ള ത്രെട്ടനിങ് നടത്തിയിട്ടുണ്ട്. ഒപ്പം മസ്ക് പറഞ്ഞിരിക്കുന്നത് സ്പേസസ് പ്രോഗ്രാമിൽ വലിയ രീതിയിലുള്ള വിഡ്രോവൽസ് അല്ലെങ്കിൽ അദ്ദേഹം ഫേസസ് പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോവില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ടെസ്ല സ്റ്റോക്കിലുണ്ടായിട്ടുള്ള സെല്ലിംഗ് പ്രഷർ. മറ്റ് സ്റ്റോക്കുകളും സ്ലൈറ്റ്ലി വീക്കാണ്. അതേസമയം നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ മൈക്രോസോഫ്റ്റ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. 3.47 ട്രില്യൺ US ഡോളറാണ് മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഇപ്പോൾ $469.65 പെർ ഷെയറാണ് മൈക്രോസോഫ്റ്റ് ഹിറ്റ് ചെയ്ത പുതിയ റെക്കോർഡ് ഹൈനടുത്ത് തന്നെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒപ്പം നമ്മൾ മറ്റു മാർക്കറ്റുകൾ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലെ മിക്സഡ് സെൻറ്റിമെൻ്റ് ആണ്. യൂറോപ്പിലെ ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ജപ്പാൻ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. മറ്റെല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിരുന്നു. ഇന്ത്യയും ബെറ്റർ ആയിരുന്നു. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ സിൽവറാണ് താരം. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ് സിൽവറിനെ കുറിച്ച്. സിൽവർ 13 വർഷത്തെ റെക്കോർഡ് ഹൈനടുത്തെടുത്തിരിക്കുകയാണ്. $36.12 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് സ്ലൈറ്റ്ലി വീക്കാണ്. $3,663 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. സിൽവറിനൊപ്പം പ്ലാറ്റിനം മുന്നേറിയിട്ടുണ്ട്. പ്ലാറ്റിനം സിൽവറൊക്കെ ഇൻഡസ്ട്രിയൽ മെറ്റൽ കൂടിയാണ്. ഒപ്പം കോപ്പർ മുന്നേറാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കോപ്പർ, സിൽവർ ഈ രണ്ട് കമോഡിറ്റികളാണ് വലിയ സ്ട്രെങ്ത് കാണിച്ചിരുന്നത്. ഈ കമോഡിറ്റികൾ മുന്നേറാണ്. അലുമിനിയം, സിങ്ക് എല്ലാ കമോഡിറ്റികളും സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും ഒപ്പം മുന്നേറുകയാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഫ്ലാറ്റാണ്. നാച്ചുറൽ ഗ്യാസ് ഫ്ലാറ്റാണ്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് 85.8 രൂപ പെർ ഡോളറിനാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. ഇന്ന് RBI മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ആണ്. അതിൻ്റെ ഡിസിഷൻ 10 മണിക്ക് വരും. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന 0.25% നിരക്കിൽ റേറ്റ് കട്ട് ചെയ്യും എന്നുള്ള കാര്യമാണ്. അങ്ങനെ റേറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് നൽകാൻ പോകുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ, ഓട്ടോമൊബൈൽ കമ്പനികൾക്കൊക്കെയാണ്. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഇന്നലെ പലിശ നിരക്ക് കുറച്ചിരുന്നു. 0.25% കുറച്ച് 2% കൊണ്ടുവന്നിരുന്നു. ഇനി ഫർദർ കട്ട് ഉണ്ടാവില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് യൂറോപ്പിൽ. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സ് വീണ്ടും 2323 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിരിക്കുകയാണ്. മസകണ്ടോക്ക്, GRS കമ്പനികളിൽ നിന്നാണ്. ഹ്യൂജ് ഓർഡർ ബാഗിംഗ് ആണ് വീണ്ടും ഭാരത് ഇലക്ട്രോണിക്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് 400 രൂപ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളാണ്. ഇർക്കോന് 11 സബ്സിഡിയറികളും 7 JVകളുണ്ട്, ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഉണ്ട്. അതിൽ ഒരു റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റും കൂടി കമ്പനിയും കൂടിയുണ്ട്. ഓർഡർ ബുക്ക് 20,000 കോടി രൂപയാണ്. കവച്ച് ഓർഡേഴ്സ് ബാഗ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റെയിൽവേ സിഗ്നലിലേക്കും കടക്കുകയാണ്. ഇർക്കോനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് ഇർക്കോണിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. കീറ്റെക്സ് മാനേജ്മെൻറ്റ് പറയുന്നത് നല്ല ഡേയ്സ് ആണ് ഹെഡ്. US-ൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ ധാരാളം ഓർഡേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കീറ്റെക്സ്. എക്സ്പാൻഷൻ പ്ലാനുകൾ ഓൺ ട്രാക്ക് ആണ്. ഫസ്റ്റ് ഫേസ് ഏപ്രിലിൽ സോഫ്റ്റ് കമ്മീഷനിങ് നടത്തിയിരുന്നു. 3.1 മില്യൺ പീസസ് ആണ് കമ്മീഷനിങ്ങിന് ശേഷം എൻ്റെ കപ്പാസിറ്റി വരാൻ പോകുന്നത്. കിറ്റെക്സിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. വൊക്കാഡ് അവരുടെ പുതിയ ആൻറ്റിബയോട്ടിക് ഡ്രഗ്, ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് വൊക്കാഡിന് ഈ ഡ്രഗിൽ നിന്നുള്ളത്. പോസിറ്റീവ് ഡേയ്സ് ആണ് വൊക്കാഡിൻ്റെ കാര്യത്തിലും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സിമൻറ്റ് പ്രൈസസ് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ആവറേജ് PE വരുന്ന 34 മറ്റ് രാജ്യങ്ങളിലൊക്കെ 15-16 PE മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ ഗ്രോത്തിനെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു വാല്യുവേഷനാണ് സിമൻറ്റ് കമ്പനികൾ. ക്രേസി വാല്യുവേഷൻ എന്നാണ് പല
പല അനലിസ്റ്റുകളും പറയുന്നത് തീർച്ചയായിട്ടും ഒരു കോസ് ഫോർ കൺസേൺ തന്നെയാണ്. ഹയർ വാല്യുവേഷൻ വരുമ്പോൾ അപ്വേർഡ് മൊമെൻറ്റത്തിന് അതൊരു റോഡ് ബ്ലോക്ക് സൃഷ്ടിക്കുന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ സിമൻറ്റ് സ്റ്റോക്കുകളിൽ ഒരു കോഷൻ അപ്ലൈ ചെയ്യേണ്ടത് നല്ലതാണ്. പിക്കാഡിലി അഗ്രോ വിസ്ലർ ബ്രാൻഡ് ബ്ലെൻഡഡ് മാൾട്ട് വിസ്കി പ്രീമിയം ബ്രാൻഡാണ്, വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. പിക്കാഡിലിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അശോക ബിൽഡ്കോൺ 1387 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. പ്രാജ് ഇൻഡസ്ട്രീസ് പരാഗ്വയിൽ പുതിയ ഒരു ബയോ റിഫൈനറി പ്രൊജക്റ്റ് ആരംഭിക്കാനുള്ള MOU സൈൻ ചെയ്തിട്ടുണ്ട്. രാമ സ്റ്റീൽ റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റുകളിലേക്കും കടക്കുകയാണ്. 225 മെഗാവാട്ട് സോളാർ പ്രൊജക്റ്റിൽ ഓൾറെഡി അവർ ജോയിൻറ്റ് വെഞ്ചറിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാമ സ്റ്റീലിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ 208.47 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിട്ടിട്ടുണ്ട്. ഒപ്പം ഡൊമസ്റ്റിക് ഫണ്ടുകൾ 2382.4 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. എല്ലാ ADRകളും ഇന്നലെ അമേരിക്കയിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് RBI മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷൻ വരെയാണ് 10 മണിക്ക്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തതിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെ ക്ലോസ്ലി വാച്ച് ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് നല്ല ഡേയ്സ് തന്നെയാണ്. പക്ഷേ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, പ്രത്യേകിച്ച് റഷ്യയും യുക്രൈനും തമ്മിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വലിയ രീതിയിലുള്ള സംഘർഷം വരികയാണെങ്കിൽ വീണ്ടും ഗ്ലോബൽ മാർക്കറ്റുകളിൽ അതിൻ്റേതായ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കിയേക്കാം. അത്തരത്തിലുള്ളൊരു വൊളാറ്റിലിറ്റി മൈനറായിട്ടെങ്കിലും ഇന്ത്യയിലും ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം ട്രംപും മസ്കും തമ്മിലുള്ള ഫൈറ്റ് എവിടെ എത്തുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒത്തുതീർപ്പിലേക്ക് വരാൻ വീണ്ടും മാറ്റി പറഞ്ഞേക്കാം. എന്നിരുന്നാലും ട്രംപിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മസ്കിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ട്രംപ് പറയുന്നത് അമേരിക്കൻ ഗവൺമെൻറ് സബ്സിഡി കൊണ്ടാണ് മസ്കിൻ്റെ സ്ഥാപനങ്ങളൊക്കെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. എലോൺ മസ്കിനെ സംബന്ധിച്ച് ബാഡ് ഡേയ്സ് ആണ്. ഒപ്പം ടെസ്ലയെ സംബന്ധിച്ചും ഇപ്പോൾ ഈ ന്യൂസുകളെല്ലാം തന്നെ ബാഡ് ഡേയ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഗവൺമെൻറ് സപ്പോർട്ട്, US ഗവൺമെൻറ് സപ്പോർട്ടൊക്കെ ഉണ്ട് മസ്കിന് വർഷങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഗവൺമെൻറ് മറിച്ചൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എലോൺ മസ്കിനെ സംബന്ധിച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് അദ്ദേഹത്തിൻ്റെ കമ്പനികളിലൊക്കെ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ലോസൊക്കെ വന്നുകൊണ്ടിരിക്കും. നമ്മളെ സംബന്ധിച്ച് നല്ല ഡേയ്സാണ് ഹെഡ്. RBI മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അപ്പ് മൂവ്സ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ നിഫ്റ്റി പൊസിഷനിങ് നോക്കുകയാണെങ്കിൽ അപ്വേർഡ് ബയാസ് തന്നെയാണ് മാർക്കറ്റിലുള്ളത്. നിഫ്റ്റി 25,000 ക്രോസ് ചെയ്ത് മുന്നേറാനുള്ള സാധ്യതകളാണ് അടുത്ത ദിവസങ്ങളിലൊക്കെ കാണുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.